ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. ശരിക്കും ഈ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്തതാണ്. പക്ഷെ എടുത്തു വന്ന് പകുതി ആയപ്പോഴേക്കും വാട്ട ഈറ്റിൻ്റെ ഡേ ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും രാവിലെ കട്ടൻ ചായയാണ്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറില്ല. പക്ഷേ ഇന്ന് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ചായ തീർന്നിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഒന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് പോയി നിൽക്കും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് പതിവ്. ഇന്ന് രാവിലെ ഇടിയപ്പമാണ്. ഇതുണ്ടാക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനൊരു വ്ളോഗ് എടുത്തത് തന്നെ. പൊതുവെ അങ്ങനെ എപ്പോഴൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല. മമ്മ ഓഫീസിൽ പോകാത്ത ദിവസങ്ങളിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് പകരം സ്മൂത്തിയാണ് കുടിക്കുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാറ്. സ്മൂത്തി ഉണ്ടാക്കിയത് കൊണ്ടും പിന്നെ ഒരു വാട്ട ഈറ്റിൻ മൈ ഡേ ആയതുകൊണ്ടും ആ തീമിലൊരു ജേണൽ ഉണ്ടാക്കാമെന്ന് കരുതി. ഈ ഡയറിയുടെ ഫ്രണ്ടിൽ ബാങ്കിൻ്റെ ഒരു പേരുള്ളത് കൊണ്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും ഒട്ടിച്ച് വയ്ക്കാമെന്ന് കരുതി. ജേണലിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ കാർഡ്ബോർഡ് ബോക്സിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഒട്ടിച്ച് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. കവർ ഡിസൈൻ എങ്ങനെ കൊടുക്കണമെന്ന് വലിയ ഐഡിയ ഇല്ല. ജസ്റ്റ് ആ ഒരു പേരൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണതാണ്. ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇനി ജേണലിങ് ചെയ്യണം. വാട്ട ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ട് ജേണലിങ് ഒരു ഫുഡിൻ്റെ തീമിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഹെഡിങ് ആയിട്ട് എ ടേസ്റ്റ് ഓഫ് എ ഡേ എന്നും പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ പേരെന്തോ എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഇതിൻ്റെ കോർണേഴ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണം. സ്മൂത്തി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ആദ്യം സ്മൂത്തിയുടെ പടം വരയ്ക്കാമെന്ന് വിചാരിച്ചു. മാംഗോ സ്മൂത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പൊതുവെ ഒരു യെല്ലോ ഓറഞ്ച് വൈബിലാണ് ഞാൻ എല്ലാ പടങ്ങളും വരയ്ക്കാൻ ഉദ്ദേശിക്കണേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈലൈറ്റർ മേടിച്ചത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പണ്ടത്തെക്കാളും കുറേ കമൻസൊക്കെ വരുന്നുണ്ട്. ചാനൽ പതുക്കെയാണെങ്കിലും ഗ്രോ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ജേണലിംഗ് ഒക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും ഒന്ന് പുറത്തു കൊണ്ട് വന്നായിരുന്നു.
തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി കോഫിയും സാൻഡ്വിച്ചും കഴിച്ചു. രാത്രി ആയപ്പോഴേക്കും ഫുഡ് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നാളെ അനിയത്തിക്ക് പല്ലിൽ കമ്പിയിടുവാണ്. അപ്പോൾ അതിനു മുമ്പേ അവൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ മേടിച്ചതാണ്. ഒരു ഷെസ്വാൻ നൂഡിൽസും അതുപോലെ ഹണി അൽഫാമുമാണ് നമ്മൾ മേടിച്ചത്. ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ട് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാറുണ്ടായില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഇതുപോലെ മേടിക്കാറേ ഉള്ളൂ. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 ക്യാൻഡിൽസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവെ ഡ്രാമ കണ്ടിട്ടാണ് കഴിക്കാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തവണയും ഞാൻ ആ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഡ്രാമയുടെ കണ്ടിന്യൂഷനാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിലുള്ളത്. ഇത് കഴിഞ്ഞ് ഞാൻ വേറെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.